ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധനശേഖരണത്തിനായി കോൺഗ്രസ് നടത്തുന്ന ക്രൗഡ് ഫണ്ടിങ്ങിന് തുടക്കമായിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 1.38 ലക്ഷം രൂപ ഖാർഗെ സംഭാവന നൽകി. രാജ്യത്തിനായി സംഭാവന ചെയ്യുക എന്ന പേരിലാണ് ഈ പരിപാടി. പാർട്ടിയുടെ 138ാം വർഷത്തെ ചരിത്രം കണക്കിലെടുത്ത് 138 രൂപയുടെ ഗുണിതങ്ങളായാണ് സംഭാവന സ്വീകരിക്കുക. ഓൺലൈനായും ഓഫ്ലൈനായും ഫണ്ട് ശേഖരണം നടത്തും. പാർട്ടി സ്ഥാപക ദിനമായ ഡിസംബർ 28 വരെ ഓൺലൈനായും അതിനുശേഷം പ്രവർത്തകർ വീടുകളിൽ കയറിയും ഫണ്ട് ശേഖരിക്കും. എന്നാൽ കോൺഗ്രസിന്റെ ഫണ്ട് സമാഹരണത്തിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. 60 വർഷമായി കൊള്ളയടിച്ചവർ രാജ്യത്തു നിന്ന് സംഭാവനകൾ തേടുകയാണെന്നും രാജ്യസഭാ MP ധീരജ് സാഹുവിൽ നിന്ന് 400 കോടി പിടിച്ചെടുത്തതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് പരിപാടിയെന്നും BJP ആക്ഷേപിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ കാറ്റിൽ പറത്തി കോൺഗ്രസ് ഈ വിഷയത്തിൽ അവകാശവാദം ഉന്നയിച്ചത് ഇങ്ങനെയാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് 1920-21 മഹാത്മാഗാന്ധി ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ സംരംഭമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതേസമയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ RSS ആസ്ഥാനമായ നാഗ്പൂരിൽ ഒരു മെഗാ പൊതു റാലി നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മുതിർന്ന നേതാക്കളുമടക്കം 10 ലക്ഷം പേർ റാലിയിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി പാർട്ടി 2 ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ബോധവൽക്കരണം നടത്താൻ എല്ലാ സംസ്ഥാന യൂണിറ്റുകളോടും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കും വോളണ്ടിയർമാർക്കും 138 രൂപയും അതിൽ കൂടുതലും സംഭാവനയായി എല്ലാ ബൂത്തിലും കുറഞ്ഞത് 10 വീടുകളിൽ എത്താനുമാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഇതിനിടയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഈ മാസം 21 ഡൽഹിയിൽ വെച്ച് ചേരുകയാണ്. BJPയെ പരാജയപ്പെടുത്താനുള്ള കർമ്മ പരിപാടികൾ യോഗം ചർച്ച ചെയ്യും. നാളെ ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിനു പിന്നാലെ നടക്കുന്ന പ്രവർത്തക സമിതിയിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ധാരണയും രാഹുൽ ഗാന്ധി നടത്താനിരിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് യാത്രയും ചർച്ചയാകും. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമുള്ള ആദ്യ കോൺഗ്രസ് പ്രവർത്തക സമിതിയാണിത്. തെലങ്കാനയിൽ അധികാരത്തിൽ വന്നെങ്കിലും മിസോറാമിൽ കോൺഗ്രസിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായില്ല. പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ നേരത്തെ ഹൈക്കമാൻഡ് യോഗം വിളിച്ചിരുന്നു.